Hello guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ബിഗ് ബോസിലെ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ചല്ല, കുറെ അധികം കാര്യങ്ങൾ എനിക്കിന്ന് പറയാനുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ നമ്മുടെ രേണു സുധിനെ കുറിച്ചും അതുപോലെ തന്നെ ആദില നൂറാനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിനെ കുറിച്ചും പിന്നെ നമ്മുടെ വീക്ക്ലി ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിമിനെ കുറിച്ചും ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാനുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഓടി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം, അതായത് നമ്മുടെ രേണു ചേച്ചി നമ്മുടെ കാർഡുകൾ ഇറക്കി കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സോ എന്തായാലും പുള്ളിക്കാരി ഇപ്പൊ നമ്മുടെ നോമിനേഷൻ ഉണ്ട് ഈ ഒരു വീക്കില്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും പുള്ളിക്കാരി എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാർഡ് ഇറക്കി കളിക്കുന്നത്. അതായത് വിധവ കാർഡ്, അതുപോലെ തന്നെ സിംഗിൾ മദർ, അങ്ങനെ പല കാർഡുകൾ ഇറക്കി പുള്ളിക്കാരി കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഒരു ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കണ്ടസ്റ്റൻസും വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര് പറയാം. സോ അവർക്ക് കൊടുക്കുന്ന ഒരു പേരും പറയണം. സോ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു. അതായത് നമ്മുടെ അപ്പാനിയാണ് വന്നത്. സോ അപ്പാനി വരുമ്പോൾ തന്നെ നമുക്കറിയാം ആൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമ്മുടെ അനീഷ് ഏട്ടൻ. സോ ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ പേര് അനീഷിനെ പറഞ്ഞു. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ആര്യനെ പറഞ്ഞു കേട്ടോ, അപ്പാനി. സോ പിന്നെ നമ്മുടെ ഗസല് വന്നിട്ട് നമ്മുടെ അപ്പാനി ശരത്തിനെയാണ് ആൾക്ക് ഇഷ്ടപ്പെടാത്തത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നത് ആര്യനെയാണെന്ന് പറഞ്ഞു. നമ്മുടെ ഷാനവാസ് വന്നു. ഷാനവാസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ രഞ്ജിത്തിനെയാന്ന് പറഞ്ഞു. പിന്നെ റെന ഫാത്തിമ വന്നു. സോ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജസലിനെ ആണെന്നും അതുപോലെ ഇഷ്ടപ്പെടാത്തത് ഒനീലിനെയാണെന്നൊക്കെ പറഞ്ഞു. സോ ഇത്രയും പേര് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും അങ്ങനെ ഓരോരോ പേര് പറഞ്ഞു. പക്ഷെ അതിനകത്ത് എനിക്ക് എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം, അതായത് നമ്മുടെ അക്ബർ വന്നിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പേര് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ആരാണെന്ന് ചോദിച്ചപ്പോൾ രേണു സുധിനെ പറയുകയും രേണു സുധിക്ക് അവൻ കൊടുത്തൊരു പേര് എന്താണെന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കർ എന്ന് പറഞ്ഞു കൊടുത്തു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണല്ലേ, എന്താണെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് അത് വളരെ മോശമായിട്ടൊരു പിന്നെ അതിനെ കൂടുതൽ ആ പുള്ളിക്കാരൻ അങ്ങ് വർണ്ണിച്ചു. ആ സെപ്റ്റിക് ടാങ്കിലെ പല പല സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അത് എനിക്കിവിടെ പറയാനായിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ ഒരാൾക്കും ഒരാളെയും അങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. സോ അതിന് വേണ്ടിയിട്ട് രേണുവിന് നല്ല രീതിക്ക് നമ്മുടെ അക്ബറിന് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അതൊരു നോർമൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ കാര്യമായിട്ട് വിടരുത്. സോ എന്തായാലും ഈ ഒരു വീക്ക്ലി നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ കാര്യം ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ആഗ്രഹവും എനിക്ക് തോന്നുന്നതും അങ്ങനെയാണ്. ഒരിക്കലും എത്രയൊക്കെയാണ് എന്തൊക്കെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആരും ആരെയും അങ്ങനെ പറയാൻ പാടില്ല. സോ അത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു കാര്യമാണ് നമ്മുടെ അക്ബർ പറഞ്ഞിരിക്കുന്നത്. സോ അക്ബർ വേണേ വിചാരിച്ചു കാണും, രേണു സുധി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരിയെ പറഞ്ഞിട്ട് ഒരു വേർഡ് ഇങ്ങനെ പറയുമ്പോൾ കുറെ സപ്പോർട്ട് അങ്ങ് കിട്ടുമെന്ന് അവൻ വിചാരിച്ചു കാണും. അല്ലെങ്കിൽ രേണു സുധിനെ അടിച്ചിടുമ്പോഴത്തേക്ക് കുറെ സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് കുറെ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണെങ്കിലും രേണു സുധിക്ക് നോമിനേഷനിൽ വന്നാൽ പോലും എന്തായാലും നമ്മുടെ ബിഗ് ബോസ് പെട്ടെന്നൊന്നും തന്നെ നമ്മുടെ രേണു സുധിനെ ഇറക്കി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരി ശരിക്കും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല, പുള്ളിക്കാരി വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന്. അപ്പൊ എന്നെ പോലെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും. സോ അവരൊക്കെ എന്തായാലും രേണു സുധീന്റെ കാണാതിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഒരുപാട് വ്യൂസ് കിട്ടാതിരിക്കത്തില്ല ഉറപ്പായിട്ടും. സോ രേണു സുധി അവിടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പുള്ളിക്കാരിയുടെ സ്വന്തമായിട്ട് കുറെ സംസാരിക്കുക. മറ്റേ അക്ബർ ഇത് പറഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരി എന്നെ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പുള്ളിക്കാരിക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിക്കാരി കണ്ടന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു മൂലയ്ക്ക് പുള്ളിക്കാരിയുടെ കാര്യവും നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്കതാണ് പറയാനുള്ളത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. സോ പുള്ളിക്കാരിക്ക് നേരെ വന്ന ഈ ഒരു വേർഡ് ഒരിക്കലും നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല. സോ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ, അതായത് നമ്മുടെ നൂറ ആദില. സോ മേ ബി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അത് ഞാൻ പറയാൻ പോവാണ്. അവര്
നമ്മളൊക്കെ പ്രതീക്ഷിച്ചു നമ്മുടെ നൂറ എന്ന് പറയുന്നത് അത്രയ്ക്കും ഗെയിം ഒന്നും കളിക്കത്തില്ലായിരിക്കും. പക്ഷെ ആദില നല്ല അടിപൊളിയായിട്ട് കളിക്കും എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമുക്കിപ്പൊ കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ അടിപൊളിയായിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്തിട്ട് നമ്മുടെ ആദിലേനേക്കാളും കൂടുതലായിട്ടും പെർഫോം ചെയ്യുന്നുണ്ട്. സോ ആദില കുറച്ച് സൈലന്റ് ആണ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ അടിയാകും. ഇനി ബിഗ് ബോസിന്റെ ഒരു 30 അല്ലെങ്കിൽ ഒരു 35 എപ്പിസോഡ്സ് കഴിയുമ്പോൾ ഇവര് തമ്മിൽ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാനും അത് അവർ കണ്ടന്റ് ആക്കി എടുക്കാനും അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് അവർ എടുക്കാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. കാരണം ഇവര് കല്യാണം കഴിച്ചപ്പോൾ തന്നെ നമ്മൾ മലയാളീസ് പറയാറുണ്ട്, അല്ലെങ്കിൽ കുറെ കമന്റ്സ്, ഇതിപ്പം 6 മാസം പോകത്തില്ല, അല്ലെങ്കിൽ ഒരു മാസം പോകത്തില്ല, അല്ലെങ്കിൽ ഒരു വർഷം പോകത്തില്ല. പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് ഇത്ര 1.5 വർഷം അത്രയും കണ്ടായി എനിക്കറിയില്ല, നല്ല രീതിക്ക് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. സോ ഇപ്പൊ ഒരു പെണ്ണും ആണും, നമ്മുടെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെണ്ണും ആണും കല്യാണം കഴിച്ചാൽ തന്നെ നമ്മൾ പറയാം ഇത് ഇത്ര അധികാലം പോകത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരു പെണ്ണും ആകുമ്പോൾ വരുന്നത് എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. സോ അവിടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവരുടെ ആ ഒരു പെരുമാറ്റം, അതായത് പെട്ടെന്ന് തന്നെ മാറിപ്പോയി സംസാരിക്കുക, എല്ലാരും കൂടി ഇരിക്കുന്നിടത്തുനിന്ന് അവര് തമ്മിൽ തന്നെ മാറിപ്പോയിരുന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയില് നമ്മുടെ നൂറ വന്ന ആദിലയോട് പറയുന്നുണ്ട്, നീ വലിയ ആക്റ്റീവ് ഒന്നും അല്ല, സോ ആക്റ്റീവായിട്ട് കളിക്കണം, നീ ഇങ്ങനെ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സംസാരമുണ്ട്. സോ എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജി ആണ്. അപ്പൊ അത് നല്ലൊരു കണ്ടന്റ് ആക്കി ഇറക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കുഴപ്പമില്ലാതെ ഇവർ ഒന്നാകുമായിരിക്കും. പക്ഷെ ഒരു 10-30 എപ്പിസോഡ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ അന്ന് ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യണം തന്നെ ഞാൻ പറയത്തുള്ളൂ. സോ അവരുടെ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ കഴിയും. അവര് പിരിയാനുള്ള സാധ്യത വളരെ ആയിട്ട് കാണുന്നുണ്ട്. സോ പിന്നെ എനിക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഗെയിം കളിച്ച് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഷാനവാസിനെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുള്ളിക്കാരൻ നല്ല മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം അനുമോളെ കരയിപ്പിച്ച ആ ഒരു ഇഷ്യൂ ആണെങ്കിൽ പോലും പുള്ളിക്കാരനത് മൈൻഡ് വെച്ചിട്ടാണ്, അവിടെ ഒരു ഇഷ്യൂ ഇല്ല, ബട്ട് ഹി മെയ്ഡ് ദ കണ്ടന്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അങ്ങനെ ഷാനവാസ് ഏട്ടൻ പുള്ളി അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി മറ്റേ ഇന്ദ്രന്റെ ക്യാരക്ടറൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ദ്രൻ രുദ്രനും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് വരുമ്പോഴും അതുപോലെ തന്നെ ഫസ്റ്റ് ഒന്നും എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇപ്പോ ഒരു 2 ദിവസം കൊണ്ട് പുള്ളി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മൈൻഡ് ഗെയിമാണ്. പുള്ളി ആരെയും നോമിനേറ്റ് ചെയ്യുമ്പോഴും വേദനിപ്പിക്കാതെ, അതായത് നൂറ ആദിലേനെ നോമിനേറ്റ് ചെയ്തപ്പോ പറഞ്ഞത് നിങ്ങൾ 2 പേരാണ്, ഒരാൾക്ക് ഉറങ്ങാതിരിക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. സോ പുള്ളിക്കാരനാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അടിപൊളിയായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി ഇങ്ങനെ കയറി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 100 ദിവസം അവിടെ തികയ്ക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോ തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. സോ നമ്മളെ ഇമോഷണലി അടിപൊളിയായിട്ടുള്ള ഗെയിം കളിച്ചോണ്ടിരിക്കുക. സോ ഇനി നമുക്ക് പോകാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ആദ്യത്തെ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു പോഡിയം ഉണ്ട്. ആ പോഡിയത്തിൽ റെഡ് കോയിനും ബ്ലാക്ക് കോയിനും അതുപോലെ തന്നെ ഗോൾഡ് കോയിനും വെച്ചിട്ടുണ്ട്. സോ റെഡ് കോയിൻ ആണ് എടുക്കുന്നതെങ്കിൽ റെഡ് കോയിൻ എടുക്കുന്ന ആൾക്ക് സൂപ്പർ പവറും, അതുപോലെ തന്നെ ബ്ലാക്ക് കോയിൻ എടുക്കുമ്പോൾ നല്ലൊരു പണിയും, അതുപോലെ തന്നെ ഗോൾഡ് എടുക്കുമ്പോൾ സൂപ്പർ പവറും, അതുപോലെ തന്നെ റെഡ് കോയിൻ എടുക്കുമ്പോഴത്തേന് ഇരട്ടിയാക്കാനായിട്ടുള്ള പവറുമാണ്. സോ ആ ഒരു പോഡിയം വെച്ചിട്ടുണ്ട്. പോഡിയത്തിന് ചുറ്റും വന്ന് എല്ലാവരും ഇരിക്കുക. ആദ്യത്തെ ബസർ കേൾക്കുമ്പോൾ കളക്ട് ചെയ്യാൻ തുടങ്ങുക. സെക്കൻഡ് ബസർ അടിക്കുമ്പോഴത്തേക്ക് കളക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. സോ നമ്മുടെ എല്ലാവരും ഇപ്പൊ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അപ്പാനിയുടെ മനസ്സിൽ മാത്രം നമ്മുടെ അനീഷ് എങ്ങനെയെങ്കിലും ഇത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്പാനിയുടെ മനസ്സിലുള്ളത്. സോ പുള്ളി ഭയങ്കര ഓപ്പൺ ആണ്, ഭയങ്കര ജെന്യൂൻ ആണ്. പുള്ളി വന്നിട്ട് കിട്ടരുത് എന്നുള്ള രീതിയിലാണ് പുള്ളി ഭയങ്കര ഓപ്പൺ ആയിട്ട് അത് പറയുന്നുണ്ട്. പുള്ളിയുടെ മുഖഭാവത്തിലും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഈ ഒരു ഗെയിം കളിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് അടുത്ത ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് ഗെയിം ആയിരുന്നു. അങ്ങനെ ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കളിച്ചത് നമ്മുടെ ആര്യനാണ് കേട്ടോ. ആര്യൻ കളിച്ചു. സോ അപ്പൊ നൂറ ആദില എന്ന് പറയുമ്പോൾ അവരെ 2 പേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് കരുതിയേക്കുന്നത് കൊണ്ട്
ഒരു നൂറയുടെ ഒരു കൈയും മറ്റേ ആദിലയുടെ ഒരു കൈയും കെട്ടിവെച്ചിരിക്കുകയാണ്. സോ ഒരേ ടൈമിൽ അവരുടെ രണ്ടുപേരും ഒരു ഹാൻഡ് മാത്രമേ അതിനകത്തേക്ക് വരാൻ പാടുള്ളൂ. അങ്ങനെ അത് കെട്ടിവെച്ചിരിക്കുകയാണ് ഒരു കയറ് വെച്ചിട്ട്. അപ്പൊ നമ്മുടെ അപ്പാനിയാണ് ഇപ്പൊ എടുക്കും, ഞാനിപ്പൊ ഇത് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ബസർ അടിച്ചപ്പോ ആര്യൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെ ആര്യന് 3 റെഡ് കോയിനും നമ്മുടെ ബിന്നിക്ക് 5 റെഡ് കോയിനും അതുപോലെ തന്നെ നമ്മുടെ ഗസലിന് 2 റെഡ് കോയിനും അതുപോലെ തന്നെ നമ്മുടെ അക്ബറിന് 4 റെഡ് കോയിനും 1 ഗോൾഡ് കോയിനുമാണ് കേട്ടോ കിട്ടിയത്. ബാക്കി ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. സോ അങ്ങനെ ഇരിക്കുക, നമ്മുടെ അപ്പാനിയും ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അപ്പോ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു അടുത്ത ഒരു ഗെയിം കൂടി ഉണ്ട്, അപ്പൊ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇനി ഒരു ഗെയിം ഉണ്ട്, അപ്പൊ അവര് വന്ന് നിന്നോളൂ. എന്നിട്ട് അവരിൽ കോയിൻ എടുക്കാത്ത ആൾക്കാര് ജയിലിലേക്ക് പോവുകയും അതുപോലെ തന്നെ എന്താണ് കോയിൻ എടുക്കുവാണെങ്കിൽ പിന്നെ പണി വരത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അടുത്ത ബസർ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ അപ്പാനിക്കൊന്നും കിട്ടിയിട്ടില്ല, നമ്മുടെ അനീഷേട്ടന് കിട്ടി. അനീഷ് പറഞ്ഞു എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോ തന്നെ അപ്പാനി അവിടെ ചങ്ക് പൊട്ടുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് കാണാനും കഴിയുന്നതാണ്. സോ അങ്ങനെ ഷാനവാസിന് ഒരു റെഡ് കോയിൻ കിട്ടി, അതുപോലെ തന്നെ അനീഷിന് കിട്ടിയത് ബ്ലാക്ക് കോയിൻ ആയിരുന്നു കേട്ടോ. അപ്പാനിക്ക് ഭയങ്കര സങ്കടമായി പോയി, പുള്ളിക്കാരന് ഭയങ്കര വിഷമമൊക്കെ ആയി. കാരണം പുള്ളിക്കാരൻ അനീഷിനെ എങ്ങനെയാലും ജയിലിൽ വിടണം, അതാണ് പുള്ളിയുടെ ആവശ്യം. അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോ നിവിനാണെങ്കിൽ നമ്മുടെ ആദില, നൂറ, അനു, രേണു ഇവർക്കാർക്കും കിട്ടിയിട്ടില്ല. അപ്പോ ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് അടുത്ത വീക്ക്ലി ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അതൊരു 8ന്റെ പണി തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പൊ നിവിൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കയറ് വെച്ചിട്ടാണ് നമ്മുടെ ആദില നൂറേന്റെ ഒരു കൈ കെട്ടിവെച്ചു എന്ന് പറഞ്ഞല്ലേ, അപ്പൊ ആ ഒരു കയറെടുത്തിട്ട് ഭയങ്കര ഒരു ബാഡ് ഗസ്റ്റർ കാണിച്ചു. സോ അത് നമ്മുടെ അനീഷേട്ടൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു. അപ്പം അനീഷ് എന്ന് പറയുന്നത് പൊതു ശല്യമായിട്ടാണ് അവിടെ എല്ലാവരും കരുതിയേക്കുന്നത്. എല്ലാവരും അനീഷിന്റെ പുറകെയാണ്. ലൈക്ക് എനിക്കൊരു മാനറിസം, ലൈക്ക് നമ്മുടെ റോബിൻ രാധാകൃഷ്ണന്റെ ഒക്കെ ഒരു മാനറിസം, അതുപോലെ തന്നെ നമ്മുടെ രജത് സാറിന്റെ ഒക്കെ ഒരു ക്യാരക്ടറാണ് അവിടെ. അതെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ അനീഷ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നെഗറ്റീവ് പറയാനുള്ളത് പുള്ളി അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതി. മറ്റുള്ളവർ സംസാരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഇങ്ങനെ എന്താണ് ഭയങ്കര നെഗറ്റീവ് പോലെ, അല്ലെങ്കിൽ പുള്ളി മൈൻഡ് ചെയ്യാതെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോ അങ്ങനെ നമ്മുടെ നെവിൻ ആ ഒരു ഗസ്റ്ററൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി ഞാനാണ് മറ്റേ ക്യാപ്റ്റനാണ്, എനിക്ക് തന്നിരിക്കണം എന്നുള്ള പുള്ളീന്റെ ഒരു മാതിരിയുള്ള ഒരു സംസാരമില്ല. അങ്ങനെ അനീഷ് അങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ അക്ബറ് നല്ല രീതിക്ക് ലാസ്റ്റ് ഫൈനലി ഈ കയറ് വന്നിട്ട് ആദില വന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ ഞാൻ പറഞ്ഞില്ലേ 4 റെഡ് കോയിനും ഒരു ഗോൾഡും കിട്ടി എന്ന് പറഞ്ഞു. സോ അങ്ങനെ അക്ബറിനെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പറയുന്നു, അതായത് സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഗെയിമില് നിനക്ക് നോമിനേഷൻ ചെയ്യാം, നിനക്ക് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പൊ അടുത്ത ഗെയിമില് അവര് എന്ത് ചെയ്യണം, അവര് സൂപ്പർ കോയിൻ എടുക്കുവാണെങ്കിൽ ഈ ഒരു കാര്യം കിട്ടുള്ളൂ. അപ്പം ആളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മുടെ അക്ബർ സെലക്ട് ചെയ്തത് ആര്യനെയാണ്. അപ്പം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവൻ ചെയ്യുവോ ഇല്ലയോ എന്നൊന്നും നിനക്ക് അറിയത്തില്ലല്ലോ, എങ്ങനെയാണ് സെലക്ട് ചെയ്യണം ആലോചിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആര്യൻ അടിപൊളിയായിട്ട് ഗെയിം ഒക്കെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഈ കഴിഞ്ഞ ഗെയിമിലാണെങ്കിലും അക്ബർ കഴിയുമ്പം നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി കളിച്ചത്. സോ അക്ബറിന്റെ ചോയ്സ് അടിപൊളിയാണ്. സോ ഇതായിരുന്നു നമ്മുടെ വീക്ക്ലി ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ വീക്ക്ലി ടാസ്ക്, ഫസ്റ്റ് ടാസ്ക്. സോ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് അറിയില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു സുധിയുടെ കള്ളത്തരം വീണ്ടും അടപടലം പൊട്ടിയിരിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രേണു ഇവിടുന്ന് പോയപ്പോ, അതായത് നമ്മുടെ ഫ്ലവേഴ്സിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി മറ്റേ ട്രിവാൻഡ്രം എയർപോർട്ടിലും അതുപോലെ തന്നെ എയർ ഇന്ത്യയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ച് വന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പുള്ളിക്കാരിക്കും പുള്ളിക്കാരന്റെ സിസ്റ്ററും ഫ്ലൈറ്റിൽ കയറിയിട്ട് മറ്റേ സീറ്റ് ബെൽറ്റ് ഊരാൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു സംഭവമായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ളത്. പിന്നെ നെവിനുമായിട്ട് ഒരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നെവിൻ വന്നിട്ട്
നാഗിനി അമ്മൂമ്മേന്നോ അതിനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പുള്ളിക്കാരെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പുള്ളിക്കാരിക്ക് നമ്മുടെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഭയങ്കര വിഷമമായിട്ടുണ്ട്. സോ എന്തായാലും അങ്ങനെ ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരു പുരുഷനോടോ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ല. എത്ര നെഗറ്റീവ് ആയിട്ടുള്ള മനുഷ്യരായിക്കോട്ടെ, എത്ര എന്തായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിന് നമുക്ക് എന്താണ്, നമ്മൾ അത്രയ്ക്കും ഒരാളെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. സോ ഞാൻ അതുകൊണ്ട് അക്ബറിനോട് ഒട്ടും യോജിക്കുന്നില്ല. അപ്പോ നമ്മുടെ ആദിലയുടെയും നൂറയുടെയും പുതിയ കളികൾ എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ കളികൾ എന്താണെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ 30ാമത്തെ എപ്പിസോഡ് ആകുമ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്ന് കമന്റിൽ തന്നെ പൊങ്കാല ഇട്ടോളൂ. പക്ഷേ യു ക്യാൻ സീ, വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്ന പോലെ ആ ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ രേണു കുറച്ചുകൂടെ ഒന്ന് വരുവാണെങ്കിൽ രേണുവിന് നല്ല കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല രേണു കണ്ടന്റ് തേടി പോകുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരിയുടെ അടുത്തേക്ക് കണ്ടന്റ് വരുവാണെങ്കിൽ വാ തുറക്കുന്ന ആളാണ്. അത്രയും നല്ല എന്താണ്, നല്ല വോയിസിൽ സംസാരിക്കാൻ പറ്റുന്ന ഒക്കെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരിക്ക് ആ ഒരു കാലിബർ ഉണ്ട്, പക്ഷെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഷാനവാസ് അടിപൊളിയായിട്ട് വരുന്നു. സോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബിഗ് ബോസിന്റെ പുതിയ പുതിയ വിശേഷങ്ങളുമായി കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.